Hello guys, Assalamu alaikum. Welcome to another video, ഷഹസൈൻസ് വ്ളോഗ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിരിയടയാണ്. പിരിയടക്ക് എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം. വേവിച്ച് വെച്ച ചിക്കൻ, മൈദമാവ്, വേവിച്ച ചിക്കൻ, സവോള, ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, ഒരു കുഞ്ഞു തക്കാളിയും കൂടിയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയതിന് ശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്ത ചിക്കൻ നന്നായി വറവായതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ മസാല ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് സവോള ഇടാം. നന്നായി വഴറ്റി കൊടുക്കാം. വാടി വന്ന ഉള്ളിയിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു കുഞ്ഞു തക്കാളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായി എല്ലാം വാടിയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത ഉരുളൻകിഴങ്ങും കൂടെ ഇട്ടിട്ട് എല്ലാതും കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ല അടി പിടിക്കാം. വഴന്ന് വന്നതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഒരുവിധം റെഡിയായ മസാലയിലേക്ക് നമുക്ക് എടുത്തു വെച്ച മല്ലിയിലും പുതിനയിലും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മാവ് റെഡിയാക്കാം. നമുക്ക് അതിന് മൈദമാവ് കുഴച്ച് ഇതുപോലെ പ്രസ്സിലിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു അച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതുപോലെ നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ അതേ അച്ചിയുടെ ഷേപ്പിലാക്കിയതിന് ശേഷം ഇങ്ങനൊരു പാത്രത്തിൽ എടുത്ത് വെക്കാം. നമ്മൾ മസാല ഉണ്ടാക്കിയ അതേ ഉരുളി തന്നെ മസാല എല്ലാം മാറ്റി കഴുകി എന്നിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ട ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടായ ഓയിലിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുത്ത് അത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത അതാണ് നമ്മുടെ പിരിയട. ഇതാണ് പിരിയടയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.